മക്കളെ, ഇന്ന് നമുക്ക് മധുഋതു എന്ന കവിത പഠിക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അനുതാപം എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മധുഋതു ആണ്. കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു +1 ക്ലാസ് എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ +1 ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ വീഡിയോ കഴിയുന്നതും ഷെയർ ചെയ്യുക, തുടർച്ചയായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മധുഋതു എന്ന് പറഞ്ഞാൽ വസന്തകാലം എന്നാണ്. മധുഋതു വസന്തകാലം. ഇവിടെ കവി വസന്തകാലത്തിനെ ഒരു പ്രണയിനിയായിട്ടാണ് പറയുന്നത്. പ്രണയവും പ്രകൃതിയും തമ്മിൽ പിരിയാനാകാത്ത ചേർച്ചയുണ്ട്. മഴക്കാലം, വസന്തകാലം, പുഷ്പങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, നിലാവ്, മഞ്ഞ് മുതലായ പ്രകൃതി ഘടകങ്ങൾ കാമുകന്മാരുടെ മനസ്സുകളെ സ്വാധീനിപ്പിക്കുകയും അതുപോലെ തന്നെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മധുഋതു എന്ന കവിതയിൽ ഇത്തരം കാര്യങ്ങളാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ ഈ മധുഋതു എന്ന കവിതയുടെ അവസാന വരികളിൽ കവി തൻ്റേതായിട്ടുള്ള സാഹിത്യ രചനയുടെ ആ ചെറുലോകം ശല്യം ചെയ്യാൻ ആരും വരരുത്, അതായത് തൻ്റെ കാവ്യലോകത്ത് താൻ ജീവിച്ചോട്ടെ, തൻ്റേതായ കാവ്യരചനയിൽ ആരും ശല്യം ചെയ്യുവാൻ വരരുത് എന്ന ധ്വനി കൂടി കവി കവിതയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് കാവ്യശൈലിയോടുള്ള വിമർശകരുടെ എതിർപ്പിനുള്ള ഒരു പ്രത്യുത്തരമായിട്ടാണ് കവി അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അരേ ആ ഗയി ഹേ ഭൂലിസി യഹ് മധുഋതു ദോ ദിൻകോ. അരേ എന്ന് പറഞ്ഞാൽ സംബോധനയാണ്. ഹായ് എന്നൊക്കെ പറയില്ലേ, ഹായ് വന്നല്ലോ അങ്ങനെയൊക്കെ പറയല്ലോ, അതാണ് അരേ ആ ഗയി ഹേ ഭൂലിസി. വന്നു, എങ്ങനെ? ഭൂലിസി മറന്നുകൊണ്ട്, ആയി വന്നല്ലോ, പിന്നെ ഒരു മറവി സംഭവിച്ചതുപോലെ, വഴി തെറ്റിയതുപോലെ, മറന്നതുപോലെ എന്നൊക്കെ പറയാം. വഴി തെറ്റിയതുപോലെ വസന്തകാലം വന്നിരിക്കുന്നു. യഹ് മധുഋതു ദോ ദിൻകോ. എത്ര ദിവസത്തേക്കാണ് വന്നിരിക്കുന്നത്? യഹ് മധുഋതു, ഈ വസന്തകാലം, ദോ ദിൻകോ, 2 ദിവസത്തേക്ക് വഴി തെറ്റിയവളെ പോലെ വസന്തകാലം വന്നിരിക്കുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞത്? 2 ദിവസത്തേക്ക്? കുറച്ച് സമയം മാത്രമേ വസന്തകാലം നിൽക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ വസന്തകാലം പോവും. അപ്പോൾ ആ കുറച്ച് സമയത്തേക്ക് മാത്രം വന്നതുകൊണ്ടാണ് ദോ ദിൻ എന്ന് പറഞ്ഞത്. ചോട്ടി സി കുടിയ മേം രജുദോം, ഞാൻ നിർമ്മിക്കും. മേം രജുദോം എന്ന് പറഞ്ഞാൽ ഞാൻ നിർമ്മിക്കും. എന്താണ് നിർമ്മിക്കുന്നത്? ചോട്ടി സി കുടിയ, ചെറിയ ഒരു വള്ളിക്കുടിൽ, ഞാനൊരു ചെറിയ വള്ളിക്കുടിൽ നിർമ്മിക്കും. കവി പറയുകയാണ്, ഞാനൊരു ചെറിയ വള്ളിക്കുടിൽ നിർമ്മിക്കും. ആർക്ക് വേണ്ടി? ഈ കാമുകിയാകുന്ന വസന്തകാലത്തിന് വേണ്ടി ഞാനൊരു ചെറിയ വള്ളിക്കുടിൽ നിർമ്മിക്കും. നയീവ്യത സാദിൻകോ, നയീവ്യത എന്ന പുതിയ ദുഃഖവുമായി വന്ന സാത്തിൻ, കൂട്ടുകാരിക്ക്. അതായത് ദുഃഖത്തോടെ വഴിതെറ്റി വന്നതാണ് ആര്? വസന്തകാലം അല്ലേ? വസന്തമാകുന്ന പ്രണയിനി വഴിതെറ്റി വന്നതാണ്. അപ്പം ആ പ്രണയിനിക്ക് ഞാൻ ഒരു വള്ളിക്കുടിൽ പണിതു നൽകും. വസുധ നീച്ചെ ഊപ്പർ നബുഹോ, വസുധ എന്ന് പറഞ്ഞ ഭൂമി താഴെയും, ഊപ്പർ നബുഹോ മുകളിൽ ആകാശവുമാണെങ്കിൽ, താഴെ ഭൂമിയും മുകളിൽ ആകാശവുമാണ്. നീട് അലഗ് സബ്സേഹോ, അങ്ങനെയൊക്കെയാണെങ്കിലും നീട് പറഞ്ഞ പക്ഷിക്കൂട്, അലഗ് സബ്സേഹോ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അലഗ് സബ്സേഹോ, ഭൂമിയും ആകാശത്തും അല്ല, പക്ഷിക്കൂട് നിൽക്കുന്നത് എവിടെയാണ്? അതിൻ്റെ ഇടയ്ക്കായിട്ട് മരങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പം നീട് എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വള്ളിക്കുടിൽ ഞാൻ എൻ്റെ പ്രണയിനിയായിട്ടുള്ള വസന്തകാലത്തിന് പണിതു നൽകും എന്നാണ് കവി പറയുന്നത്. ജാഡ്ഖണ്ഡ് കെ ചിർ പദ്ചഡ് മേ ബാഗോ സൂക്കേ തിൻകോ. ജാഡ്ഖണ്ഡ് എന്ന് പറഞ്ഞാൽ വനം. ജാഡ്ഖണ്ഡ് വനം. വനത്തിലെ ചിർ എന്ന സ്ഥിരമായ, വനത്തിൽ സ്ഥിരമായിട്ട്, പദ്ചഡ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന കാലത്തിനാണ് പദ്ചഡ് എന്ന് പറയുന്നത്. ശിശിരകാലം. ഇല പൊഴിയുന്ന കാലം.
വനത്തിലെ സ്ഥിരമായി ഇല പൊഴിയുന്ന കാലം, സ്ഥിരമായിട്ട് ഇല പൊഴിയുന്ന കാലമാണെന്ത്? ശിശിരകാലം. അപ്പം ശിശിരകാലത്തിനോട് പറയാണ്, കവി പറയുകയാണ്, ബാഗോ സൂക്കെ തിനുക്കോ, അല്ലയോ ഉണക്കപ്പുല്ലുകളെ ഇവിടെ നിന്നും ഓടിപ്പോകൂ. ആശാസെ അങ്കൂർ ജൂലേങ്കെ, ആശ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, പ്രതീക്ഷയുടെ മുളകൾ ആടാൻ തുടങ്ങും. ആശാസെ അങ്കൂർ, അങ്കൂർ പറഞ്ഞ മുള, ജൂലിന ആടുക. ആശാസെ അങ്കൂർ ജൂലേങ്കെ പല്ലവ് പുളകിത് ഹോങ്കെ, പല്ലവ്, പല്ലവ് പറഞ്ഞാൽ തളിരിലകൾ, പല്ലവ് തളിരിലകൾ പുളകം കൊള്ളും. ഇനി വസന്തത്തിന്റെ വരവോടെ കാമുകന്റെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ മുളകൾ ആടാൻ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. വസന്തത്തിന്റെ വരവോടെ കാമുകന്റെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ മുളകൾ ആടാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ പല്ലവ്, ഇനി എന്താണ്? പല്ലവ് പുളകിത് ഹോങ്കെ, തളിരിലകൾ പുളകം കൊള്ളും. പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ ഊഞ്ഞാലാടുകയും തളിരിലകൾ പുളകം കൊള്ളുകയും ചെയ്യാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ സ്നേഹമില്ലാത്തവരെ, ഉണക്ക പുല്ലുകളെ, നിങ്ങൾ ഇവിടെ നിന്നും ഓടിപ്പോകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേരെ കിസലൈക്ക ലഘു ബവ് യഹ് ആ ഗലേഗ കിനുക്കോ. മേരെ കിസലൈക്ക, കിസലൈ എന്ന് പറഞ്ഞ കൂമ്പില, എൻ്റെ കൂമ്പിലയിലെ, ലഘുബവ്, ലഘുബവ് പറഞ്ഞ ചെറുലോകം. മേരെ കിസലൈക്ക ലഘുബവ്, എൻ്റെ കൂമ്പിലയിലെ ചെറുലോകം. യഹ്, യഹ് പറഞ്ഞ ഇത്, ഈ ചെറുലോകം. ആ ഗലേഗ കിൻകോ, ആ ഗലേഗ കിൻകോ, ഗൽന പറഞ്ഞ ഇഷ്ടക്കേടായി തോന്നുക, കിൻകോ ആർക്ക്, ആർക്കാണ് എൻ്റെ ഈ ചെറുലോകം, എൻ്റെ കൂമ്പിലയിലെ ഈ ചെറുലോകം ഇഷ്ടക്കേടായിട്ട് തോന്നുന്നത്? സിഹർ ബരി കാമ്പത്തി ആവേഗി മലയാനിൽ കി ലഹരയും. സിഹർ ബരി കാമ്പത്തി, കാമ്പന പറഞ്ഞ വിറയ്ക്കുക, സിഹർന പറഞ്ഞ കുളിരുക. സിഹർബരി കുളിരു കോരിക്കൊണ്ട്, കാമ്പത്തി വിറച്ചുകൊണ്ട്, ആവേഗി വരും, മലയാനിൽ കി ലഹരയും, മലയാനിൽ പറഞ്ഞ ചന്ദനക്കാറ്റ്, ചന്ദനക്കാറ്റിൻ്റെ ലഹരയും അലകൾ. ചന്ദനക്കാറ്റിൻ്റെ അലകൾ എങ്ങനെയാ വരുന്നത്? കുളിരു കോരി വിറച്ച് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ മാനസ് നയൻ നളിനുക്കോ. എന്നിട്ട് ആ ചന്ദനക്കാറ്റ് വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ മാനസ് നയൻ നളിനുക്കോ, മനസ്സാകുന്ന താമരക്കണ്ണിനെ, മാനസ് നയൻ നളിനുക്കോ, മനസ്സ് പറഞ്ഞ മനസ്സ്, നയൻ നളിൻ, നയൻ പറഞ്ഞ കണ്ണ്, നളിൻ എന്ന് പറഞ്ഞാൽ താമര, നയൻ നളിൻ കണ്ണാകുന്ന താമരപ്പൂക്കൾ, അതായത് മനസ്സാകുന്ന താമരക്കണ്ണിനെ ചുംബൻ ലേക്കർ ഓർ ജക്കാക്കർ, ചുംബിച്ചുകൊണ്ടും ഉണർത്തിക്കൊണ്ടും, മനസ്സാകുന്ന താമരക്കണ്ണിനെ ചുംബിച്ചുകൊണ്ടും ഉണർത്തിക്കൊണ്ടും ആര് വരുന്നുണ്ട്? ചന്ദനക്കാറ്റ് വരുന്നുണ്ട്. ജവാ കുസും സി ഉഷാ ഗിലേഗി മേരി ലഘു പ്രാചീമേ. ജവാ കുസും, ജവാ കുസും എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവാണ്. ജവാ കുസും എന്താണ്? ചെമ്പരത്തിപ്പൂവ്. ജവാ കുസും കി ഉഷാ ഗിലേഗി, ജവാ കുസും സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി പറഞ്ഞ പോലെ, ജവാ കുസും സി ചെമ്പരത്തിപ്പൂ പോലെ, ഉഷാ ഗിലേഗി, ഉഷ പറഞ്ഞ ഉഷസ്, പ്രഭാതം, പ്രഭാതം, ഗിൽന പറഞ്ഞ വിരിയുക, വിരിയും. അപ്പം പ്രഭാതം എങ്ങനെ വരുന്നു എന്നാണ് കവി പറയുന്നത്? ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന്, നല്ല ചുമന്ന പ്രഭാതം വരികയാണ് അല്ലേ? ചെമ്പരത്തിപ്പൂ പോലെ പ്രഭാതം വിരിയുന്നു. മേരി ലഘു പ്രാചീമേ, മേരി ലഘു പ്രാചീമേ എന്ന് പറഞ്ഞാൽ എൻ്റെ ലഘു പ്രാചി, കിഴക്കുവശത്ത്, എൻ്റെ കിഴക്കുവശത്തായിട്ട്, കിഴക്കു ദേശത്തായിട്ട് അല്ലെങ്കിൽ കിഴക്കുവശത്തായിട്ട് എന്ത് വരാൻ പോകുന്നു? ചെമ്പരത്തിപ്പൂ പോലെ ചുമന്നു തുടുത്ത പ്രഭാതം വിരിയാൻ പോകുന്നു. अस्सी बरे उस अरुण अदर का राग रगेगा दिन को. अस्सी बरे उस अरुण अदर का, उसका अस्सी बरे अरुण अदर, उसका, उसका അതിൻ്റെ, अस्सी बरे अरुण अदर അതിൻ്റെ പുഞ്ചിരി നിറഞ്ഞ, अस्सी बरे പുഞ്ചിരി നിറഞ്ഞ, അതിൻ്റെ പുഞ്ചിരി നിറഞ്ഞ അരുൺ അദർ, അരുൺ അദർ പറഞ്ഞ ചുമന്ന ചുണ്ട്, അതിൻ്റെ പുഞ്ചിരി നിറഞ്ഞ ചുമന്ന ചുണ്ട്. രാഗ് രംഗേഗ ദിൻകോ, പുഞ്ചിരി നിറഞ്ഞ ചുമന്ന ചുണ്ട് പകലിനെ രാഗ് രംഗേഗ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കും. ദിൻ എന്ന് പറഞ്ഞാൽ പകല്,
അതിൻ്റെ പുഞ്ചിരി നിറഞ്ഞ ചുമന്ന ചുണ്ടുകൾ എന്ത് ചെയ്യും? പകലിനെ സന്തോഷിപ്പിക്കും. അന്ധകാർക്ക ജലന്തി ലാംഘകർ ആവേഗി ശശി കിരണേ. അന്ധകാർക്ക, അന്ധകാർ പറഞ്ഞ ഇരുട്ട്, ഇരുട്ടിൻ്റെ ജലതി ലാംഘകർ, ഇരുട്ടിൻ്റെ കടൽ കടന്ന്, ജലതി ലാംഘകർ പറഞ്ഞാൽ ലംഘിക്കുക, ജലതി കടല്. അപ്പം എന്താണ്? ഇരുട്ടാകുന്ന കടൽ കടന്ന് ആവേഗി വരും. ആര് വരും? ശശി കിരണേം, ഇരുട്ടാകുന്ന കടൽ കടന്ന് ചന്ദ്രകിരണങ്ങൾ വരും. ഇരുട്ടാകുന്ന കടൽ കടന്ന് ചന്ദ്രകിരണങ്ങൾ വരും. വസന്തകാലത്തിൻ്റെ വരവിനെയാണ് കവി ഇവിടെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രഭാതം വിരിയുന്നത് പറഞ്ഞത്? ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന പ്രഭാതം വിരിയും. അതിൻ്റെ ചുമന്ന അധരങ്ങൾ പകലിനെ സന്തോഷിപ്പിക്കും. പിന്നീട് എന്താണ് കവി പറയുന്നത്? അന്ധകാരം, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ആര് വരുന്നു? ജലതി ലാംഘകർ ആവേഗി, അന്ധകാർക്ക ജലതി ലാംഘകർ ആവേഗി ശശി കിരണേ. ചന്ദ്രകിരണങ്ങൾ അന്ധകാരമാകുന്ന, ഇരുട്ടാകുന്ന കടലിനെ ഭേദിച്ചുകൊണ്ട് ആര് വരുന്നു എന്നാ പറഞ്ഞത്? ചന്ദ്രകിരണങ്ങൾ വരുന്നു. അന്തരീക്ഷ ചിടുക്കേക കണ് നിശീമേ മധുർ തുഹിൻകോ. അന്തരീക്ഷം ചിടുക്കേക, അന്തരീക്ഷം എന്ത് ചെയ്യും? ചിടുക്കേക പറഞ്ഞ വിതറും, അന്തരീക്ഷം വിതറും. കണികകളായിട്ട്. നിശീമേം, നിശി എന്ന് പറഞ്ഞാൽ രാത്രി, രാത്രിയിൽ. മധുർ തുഹിൻകോ, തുഹിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞുകണങ്ങൾ, തുഹിൻ മഞ്ഞുകണങ്ങളാണ്. അപ്പം രാത്രിയിൽ, അന്തരീക്ഷം രാത്രിയിൽ എന്തു ചെയ്യുന്നാണ് പറഞ്ഞത്? മഞ്ഞുകണങ്ങൾ പൊഴിക്കും. രാത്രിയിൽ അന്തരീക്ഷം മഞ്ഞുകണങ്ങൾ വിതറും എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇസ് ഏകാന്ത സൃജന്മേ കോയി കുച്ച് ബാധാ മത്ത് ഡാലോ. ഈ ഏകാന്തമായിട്ടുള്ള സൃഷ്ടിയിൽ ആരും തന്നെ തടസ്സം സൃഷ്ടിക്കാതിരിക്കൂ. ജോ കുച്ച് അപ്പനെ സുന്ദർ സേ ഹേ ദേ ദേനെ ദോ ഇനിക്കോ. ജോ കുച്ച് അപ്പനെ സുന്ദർ സേ, അപ്പനെ സുന്ദർ പറഞ്ഞാൽ തനിക്ക് സുന്ദരമായിട്ട് തോന്നുന്നു, തനിക്ക് സുന്ദരമായിട്ട് തോന്നുന്ന കാര്യം ദേ ദേനെ ദോ ഇനിക്കോ, നൽകാൻ വേണ്ടി അനുവദിക്കൂ. അതായത് കവി സ്വന്തം സൃഷ്ടിയെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം സൃഷ്ടിയെക്കുറിച്ചാണ് കവിയുടെ കവിതാ രചനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് നൽകാൻ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്ക് ആരും തടസ്സം നിൽക്കാതിരിക്കൂ എന്ന് കവി പറഞ്ഞിരിക്കുന്നു. വിമർശകരോടുള്ള ഒരു ഇതാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ കവിതയുള്ളത്. എല്ലാവരും കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. അതിൻ്റെ മീനിങ് നമുക്ക് ഒന്നുകൂടെ പറയാം. ആദ്യം മുതൽ മീനിങ് നമുക്കൊന്നുകൂടെ പറയാം. മധുഋതു എന്ന് പറഞ്ഞാൽ വസന്തം. മധുഋതു വസന്തം, വസന്തകാലമാണ് മധുഋതു. ബൂലീസി വഴി തെറ്റിയവളെ പോലെ, കുടിയ വള്ളിക്കുടിൽ. രചന പറഞ്ഞാൽ രചിക്കുക, ഉണ്ടാക്കുക, നിർമ്മിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സാഥിൻ കൂട്ടുകാരി. വസുധ ഭൂമി. നബ് ആകാശം. നീട് പക്ഷിക്കൂട്. ചാഡ്ഖണ്ഡ് എന്ന് പറഞ്ഞാൽ വനം. പതജഡ് ഇല പൊഴിയുന്ന കാലം, അതായത് ഇവിടെ ശിശിരകാലത്തിനെയാണ് കവി പറഞ്ഞിരിക്കുന്നത്. ചിർ എന്ന് പറഞ്ഞ സ്ഥിരമായ. സൂക്കേ തിനുക്കോം ഉണക്ക പുല്ലുകൾ, ഉണങ്ങിയ പുൽനാമ്പുകളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കവി നൽകുന്നത് ഹൃദയത്തിൽ എന്താണ് പറയുക, സ്നേഹമില്ലാത്ത ഹൃദയമുള്ളവർ എന്നുള്ള അർത്ഥമാണ്. അങ്കുർ എന്ന് പറഞ്ഞാൽ പുൽനാമ്പ്. ജൂലേങ്ക ഊഞ്ഞാലാടും. പല്ലവ് തളിരില. കിസലൈ കൂമ്പില. ലഘുഭവ് എന്ന് പറഞ്ഞാൽ ചെറുലോകം. ഗൽന ഇഷ്ടക്കേടായി തോന്നുക. സിഹർന കുളിരുക. കാമ്പ്ന വിറയ്ക്കുക. മലയാനിൽ ചന്ദനക്കാറ്റ്. ലഹർ അലകൾ. നയൻ നളിൻ കണ്ണുകളാകുന്ന താമരപ്പൂക്കൾ. മാനസ് എന്ന് പറഞ്ഞാൽ മനസ്സ്. ജവാകുസും എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ്. ഉഷ പ്രഭാതം. ലഘുപ്രാചി കിഴക്ക് ദേശം. അസ്ഥിബരെ പുഞ്ചിരി നിറഞ്ഞ. അരുൺ അദർ ചുവന്ന ചുണ്ട്. രാഗരംഗേങ്ക സന്തോഷിപ്പിക്കും. ജലതി ലാംഘകർ കടൽ കടന്ന്. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചിടുക്കേക വിതറും. നിശി രാത്രി. തുഹിൻ മഞ്ഞുകണങ്ങൾ. സൃജൻ നിർമ്മിതി, സൃഷ്ടി.
ബാധ, തടസ്സം. ബാധ എന്ന് പറഞ്ഞാൽ തടസ്സം. അത്രയാണ് ഇതിൽ മീനിങ് ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.